കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി നേതാവ് ജെ.പി. നദ്ദ. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഓരോരോ പരാമർശങ്ങളും നടത്തുന്നത്. രാജ്യം ഓപ്പറേഷൻ സിന്ധുവിലൂടെ ശക്തമായ തിരിച്ചടി നൽകിയതിലും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മാത്രമേ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് നേരെ രൂക്ഷ വിമർശനവുമായി ബിജെപി നേതാക്കൾ രംഗത്തെത്തുന്നതും. രാജ്യത്തുടനീളം നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും പാകിസ്ഥാനുമേൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തുകയായിരുന്നു ജെ.പി. നദ്ദ. 2005 ഡൽഹി ബോംബ് സ്ഫോടനങ്ങൾ, 2006 വാരണാസി ഭീകരാക്രമണം, 2006 മുംബൈ ലോക്കൽ ട്രെയിൻ ബോംബ് സ്ഫോടനങ്ങൾ എന്നിവയിൽ അന്നത്തെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നദ്ദ കുറ്റപ്പെടുത്തി. പഹൽഗാമിനെ കുറിച്ച് ചോദിക്കുന്നവർ അവർ എന്താണ് ചെയ്തതെന്ന് നോക്കണം. അവരുടെ ഭരണകാലത്ത് ഒന്നിലധികം സ്ഫോടനങ്ങൾ നടക്കുകയും നൂറുകണക്കിന് ആളുകൾ കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഏറ്റവും പ്രധാനമായി ഭീകരാക്രമണങ്ങളും പാകിസ്ഥാനുമായുള്ള വ്യാപാരവും പരസ്പരം കൈകോർത്തുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ബിജെപി ഭരണത്തിൽ വന്നതിനു ശേഷം ശക്തമായ നിലപാടുകളുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്തുകൊണ്ട് മാത്രമാണ്. മെയ് മാസത്തിൽ 4 ദിവസത്തെ സംഘർഷത്തിന്റെ ഫലത്തെ ചൊല്ലി കേന്ദ്രവും പ്രതിപക്ഷവും തമ്മിലുള്ള 2 ദിവസത്തെ വൻ ഏറ്റുമുട്ടലിലാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. ഓപ്പറേഷൻ സിന്ധുവിൽ സൈന്യത്തിന്റെ വിജയഗാഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ എടുത്തു പറഞ്ഞു. പാകിസ്ഥാന്റെ ഭീകരാടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നത് മുതൽ അവരുടെ ആണവ ഭീകരത തുറന്നുകാട്ടുന്നതുവരെ സൈന്യം പ്രതികരിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യ നിശബ്ദത പാലിക്കില്ലെന്നും വലിയ എന്തെങ്കിലും ചെയ്യുമെന്നും പാകിസ്ഥാൻ ഒരു സൂചനയുണ്ടായിരുന്നുവെന്ന് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ ആദ്യവശം എടുത്തു കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. അവർ ഇതിനകം തന്നെ നമുക്ക് നേരെ ആണവ ഭീഷണികൾ ഉയർത്താൻ തുടങ്ങിയിരുന്നു, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ആണവ ഭീഷണി ഉണ്ടായിട്ടും ഇന്ത്യ ആസൂത്രണം ചെയ്തതുപോലെ മുന്നോട്ടു പോയി എന്നും മെയ് 7 പുലർച്ചെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏപ്രിൽ 22 ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് വേണ്ടി കൃത്യതയുള്ള ആക്രമണങ്ങളിലൂടെ വെറും 22 മിനിറ്റിനുള്ളിൽ പ്രതികാരം ചെയ്തുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ധുവിനിടെ സൈന്യത്തിന്റെ വിജയഗാഥ 2ാം വശം എടുത്തു കാണിച്ചുകൊണ്ട് ബഹാവൽപൂരിലെയും മുരിദ്കയിലെയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ പാകിസ്ഥാനുള്ളിലെ പ്രദേശങ്ങളിൽ എത്തുന്നത് ഇതാദ്യമായാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. മുൻ യുദ്ധങ്ങളിൽ പോലും അവർ ഒരിക്കലും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. മൂന്നാമതായി പാകിസ്ഥാന് ഇനി ആണവ ഭീഷണിയുടെ മറവിൽ ഒളിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഒരു നുണയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇന്ത്യ ഇനി അവരുടെ ആണവ ബ്ലാക്ക്മെയിലിംഗിന് മുന്നിൽ മുട്ടുകുത്തുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയഗാഥയുടെ 4ാമത്തെ വശത്തേക്ക് കടക്കുമ്പോൾ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് കൃത്യമായ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം 4 ദിവസത്തെ പോരാട്ടത്തിൽ പ്രകടമായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇന്ന് വരെ അവരുടെ നിരവധി വ്യോമതാവളങ്ങൾ ICUവിലാണ്, പ്രധാനമന്ത്രി മോദി പരിഹസിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തിയ തയ്യാറെടുപ്പുകൾ ഇല്ലായിരുന്നുവെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഈ യുഗത്തിലുണ്ടായ നഷ്ടങ്ങൾ നികത്താനാവാത്തതായിരിക്കുമെന്നും പ്രധാനമന്ത്രി മോദി സഭയിൽ സന്നിഹിതരായിരുന്ന എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. അവസാനമായി ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ലോകം മുഴുവൻ ആദ്യമായി ആത്മനിർഭർ ഭാരതിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇന്ത്യയിൽ നിർമ്മിച്ച ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തെ തുറന്നുകാട്ടിയെന്നും വ്യോമസേന, നാവികസേന, സൈന്യം എന്നിവ തമ്മിലുള്ള സഹകരണം അയൽ രാജ്യത്തിന് വലിയ വില നൽകേണ്ടി വന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.